ഞാനും ഡാഡിയും കൂടി ഈ അടുത്ത് പറമ്പിൽ കൂടെ നടന്നപ്പോൾ ഉള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കണം. നമ്മൾ മുന്നും പറമ്പിലെ വിശേഷങ്ങളെന്ന് പറഞ്ഞ് 2-3 വീഡിയോസ് ഇട്ടിരുന്നു. അതിനൊക്കെ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് പച്ചപ്പും ഹരിതാപയും കാണാനായിട്ട് ഇഷ്ടമുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ പറമ്പിലത്തെ ഓരോ ചെടികളുടെയും വിശേഷങ്ങൾ, നമ്മൾ ഓരോ ഫ്രൂട്ട്സും പറിക്കണതൊക്കെ നമ്മൾ ഇടാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റാൻഡമായിട്ട് പോയപ്പോൾ ഞാൻ എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സും ജസ്റ്റ് ഈ സമയത്ത് കാണിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സൊക്കെയാണ് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോണത്. അടുത്ത ഡാഡി കൃഷി ചെയ്തുണ്ടാക്കിയ കുറച്ച് വാഴത്തോപ്പിലോട്ടാണ്. നമ്മുടെ പറമ്പിൽ തന്നെയാണ്. എൻ്റെ പൊന്നെ, ഇത്രയും വലിപ്പുണ്ടായിരുന്ന ഡാഡിനേക്കാളും ഹൈറ്റ് ഉണ്ടല്ലോ. അത് കൊള്ളാം. ഇതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽസ് പറഞ്ഞുതരോ? എന്തൊട്ട് കായാണ്? റോബസ്റ്റ ആണല്ലേ. നമ്മുടെ കൃഷി വകുപ്പ് തന്ന ടിഷ്യൂ കൾച്ചർ തൈയിൽ നിന്നാണ് നമ്മളിത് വെച്ചത്. ഇത് തന്നെ അപ്പുറത്ത് വരുന്നുണ്ട് അല്ലേ? ഇതിന് എന്തൊക്കെ വളമാണ് നമ്മൾ ചെയ്ത് കൊടുത്തേക്കണേ? ഇത് ചെയ്യണവരുണ്ടെങ്കിൽ സാധാരണ നിലയ്ക്ക് വെക്കുമ്പോൾ അടിവളമായിട്ട് ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയും ഇട്ട് കൊടുത്തിട്ടാണ് വെച്ചത്. അതിനുശേഷം പിന്നെ ഓരോ മാസത്തിലും നമ്മൾ അല്പം 20 ഫാക്ടംബോസ് അല്പം ഒരു 100 ഗ്രാം വെച്ച് അങ്ങനെ 3-4 പ്രാവശ്യം ഓരോ മാസം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നേന്ത്രവാഴയുടെ കൊലച്ച് വരുന്നുള്ളൂ. ഇത് അപ്പുറത്ത് 2 കൊല. ഇത് ഞാലിപ്പൂവനാണ്. ഞാലിപ്പൂവൻ ഇങ്ങോട്ട് വന്നു. 2-3 ആലിപ്പൂ നന്നായിട്ടുള്ളുണ്ട്. അപ്പൊ നമ്മളെല്ലാ വാഴകൾക്കും ഇതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യണേ? വാഴകൾക്കൊക്കെ നമ്മൾ വേറെ പ്രൊസീജിയർ ചെയ്യണേ. റോബസ്റ്റയ്ക്ക് വേറെ, നേന്ത്രവാഴയ്ക്ക് വേറെ. നമ്മളങ്ങനെ പൈനാപ്പിളും ഉണ്ട്. ഞാലിപ്പൂവിന്റെ കൊല നല്ല കൊല ഉണ്ടല്ലേ? ഞാലിപ്പൂവൻ വെട്ടാറായ കൊലയാണ്. ഞാലിപ്പൂവൻ വെട്ടാറായ കൊല. ഇനി ഇങ്ങോട്ട് പോവാ. സൂക്ഷിച്ച്. അത് ഏതുപോലെയാ? ഞാലിപ്പൂ തന്നെ. ഈ ഞാലിപ്പൂ ഉള്ളിലിടാ. ഉള്ളിൽ വിട്ടത്. അതിനുള്ളിലും കൊല വന്നിട്ടുണ്ടല്ലോ. നീക്കി നോക്കണ? കാണാനുണ്ട്. ഇവിടത്തെ കൊലയും കണ്ടു. ഓക്കെ. എല്ലാം കൂടി വെച്ചെടുക്കാറുണ്ട്. മാങ്കോസ്റ്റിൻ, പപ്പും മറ്റേ ഓർജൈസ് ചെടികളും പഴവർഗ്ഗ ചെടികളെ ഒരു ദിവസം അങ്ങനത്തെ ഇട്ടു. പക്ഷെ അന്നൊന്നും എല്ലാത്തിലും എപ്പോഴും ഫ്രൂട്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ കാണിക്കുമ്പോൾ ഒരു എൻ്റെ കുഞ്ഞി ഫിഷ് ടാങ്ക് അതൊന്ന് സെറ്റാക്കാനുണ്ട്. ചക്കരയുടെ കല്യാണം പ്രമാണിച്ച് ഇവിടെ മൊത്തം ടൈൽസ് ഇട്ടു. ഇത് എന്തിട്ടായിരുന്നു അതിന്റെ പ്രത്യേകത? റെഡ് ലേഡി. അത് കൊള്ളാം. ഇപ്പൊ കുറച്ചിന് വലുപ്പമായി. മാംഗോസ്റ്റീനോ ഒരുവിധം തീർന്നൊന്നുണ്ട് അല്ലേ? ഈ തൊണ്ടാണ് നമ്മള് ജാതി ക്യാൻഡി ഉണ്ടാക്കാൻ. മറ്റേത് നമ്മള് ജാതി പത്രി എന്ന് പറയും. നമ്മളെ മമ്മിയുടെ ജാതിക്കയുടെ ജ്യൂസിനും ക്യാൻഡിക്കുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ചു കൊടുത്തു. ഞങ്ങളുടെ ചെറി ഇതുകൊണ്ട് ചെറി കൊണ്ട് നമ്മൾ പണ്ട് ഒരു കടയിലുള്ള ആ ചോപ്പ കളറിൽ നമ്മൾ കഴിക്കില്ലേ, അത് ഉണ്ടാക്കാന്നുള്ള പ്ലാൻ ഉണ്ട് നമുക്ക്. അല്ല, ഇതുകൊണ്ട് നമ്മള് ഇതുകൊണ്ടും മമ്മി പറയണുണ്ടായി ചെറിയുടെ ഒരു വീഡിയോ ചെയ്യണത് പൊട്ടിച്ചിട്ട്.
അത് നമ്മുടെ പ്ലാനിലുണ്ട്. നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ തിപ്പല്ലിയുടെ ഉപയോഗം എന്താന്ന് ചോദിക്കാറുണ്ട് കുറെ പേര്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേന്ന് പറഞ്ഞു കൊടുത്തരാടി. തിപ്പല്ലി നമ്മള് പറിച്ച് ഉണക്കി നമ്മൾ കഴിഞ്ഞ മാസത്തില് സീതാറാം ഫാർമസിക്കാർക്കൊരു 5.6 കിലോ വിറ്റു. അവർ കിലോന് 800 വെച്ച് തന്നു. അവർക്ക് സാധാരണ കിട്ടുന്ന തിപ്പയിലേക്കാളും കുറച്ചുകൂടി നല്ല ഇതുള്ളതുകൊണ്ട് കുറച്ചുകൂടി നല്ല റേറ്റിംഗ് നമുക്ക് കിട്ടി. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് കൂടുതൽ പൈസ അവർ തന്നു. സാധാരണ അവർ നമ്മളടുത്ത് തിപ്പല്ലി എന്താ ചെയ്യാറെന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരുപാട് പേര്. അപ്പോൾ നമ്മളിതാണ് ചെയ്യണേ. സീതാറാം ഫാർമസി നമ്മുടെ പനമുക്ക് തന്നെയാണ് ഉള്ളത്. നമ്മുടെ ബൊഗെയിൻവില്ല. അപ്പോൾ ഇതിൻ്റെ ചില്ലകൾക്ക് നീളം വെച്ച് കഴിയുമ്പോൾ നമ്മളതൊന്ന് വെട്ടി കൊടുക്കണം. പിന്നെ വരണ കൂമ്പുകൾ ഒടിച്ച് കളയണം എന്നാണ് എനിക്ക് മേഘ ആൻറ്റിയും ഷാൽറ്റ ആൻറ്റിയൊക്കെ പറഞ്ഞു തന്നാണ്. എന്നാലാണ് കുറേ നാൾ ഈ ചട്ടിയിൽ ഹൈറ്റ് കുറഞ്ഞ് തന്നെ അത് നിന്നോളും. ഞാൻ അവിടെ നിൽക്കണ ബൊഗെയിൻവില്ലയുടെയൊക്കെ കമ്പുകൾ ഈ ചട്ടികളിലേക്ക് ആക്കി നട്ടേക്കണതാണ് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ നീളമുള്ള കമ്പ് വരുമ്പോൾ മുറിച്ച് കളയും. കണ്ട ഇവിടെ ഒരു കമ്പുണ്ടായിരുന്നു, അത് മുറിച്ച് കളഞ്ഞു നമ്മൾ. എന്നിട്ട് ഇനി ബാക്കി വരുന്നേറ്റങ്ങളുടെ കൂമ്പ് ഒടിച്ചൊടിച്ച് കളയുമ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിൽ തന്നെ നിൽക്കാം. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് എന്തെന്നാ പ്രധാനമായിട്ട് ചെയ്യാറ്? വളം ഡ്രാഗൺ ഫ്രൂട്ടിനും നമ്മൾ അടിവളം പൊട്ടിക്കാറായ പക്ഷെ പൊട്ടിച്ചോ. അടിവളം ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടി ഇട്ടിട്ടാണ് വെക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 1-2 മാസത്തെ വളർച്ച എത്തുമ്പോൾ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് അതുപോലെ തന്നെ ചാണകം കളിക്കാൻ മിശ്രിതം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ആദ്യം തന്നെ അത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആ മണ്ണിൽ കുമ്മായിട്ട് മണ്ണ് ശരിപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ തൈ നടുന്നത്. മുള്ളാണ് അല്ലേ മെയിൻ പ്രശ്നം. ഇതിനെ ഉണ്ടായി വരുന്നുള്ളൂ. അതും പൊട്ടിക്കാറായിട്ടില്ല. അത് വലിപ്പം വേണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതെ, നമുക്കറിയാം നമ്മുടെ ചാനലിൽ കുറേ അച്ചാറിൻ്റെ വീഡിയോ ഇടാറുണ്ട്. സ്ക്വാഷ് അങ്ങനത്തെ ഒക്കെ ഓരോന്നൊക്കെ നമ്മൾ ഇടാറുണ്ട്. എല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ പറമ്പിൽ തന്നെയാണ്. അത് മമ്മിക്ക് ഭയങ്കര ആവശ്യം എന്താ പറയുക വാശി പിടിക്കണ കാര്യമാണ്. വീട്ടിലൊരു സാധനം പോലും പുറത്തുനിന്ന് വാങ്ങലില്ല. മിക്കതും വീട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങും. പക്ഷേ വെജിറ്റബിൾസും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണത്, അതെങ്കിലും വിഷടിക്കാത്തത് കഴിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്നാണ് മമ്മി പറയാറ്. പക്ഷെ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ പുറത്തുനിന്ന് ജങ്ക് ഫുഡ് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പക്ഷെ മമ്മീൻ്റെ ഡാഡിയും കുറവാണ് കഴിക്കുന്നത്. പറമ്പിലെ ബാക്കി ചെടികളുടെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, പറമ്പിലെ ചെടികളെ ഒരുപാട് സ്നേഹത്തോടെ പരിപാലിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചെറിയ ടിപ്സും ട്രിക്സൊക്കെ നമ്മൾ ഇതിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അറിവുകൾ ഞങ്ങൾക്കും പകർന്നു തരണം. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഇന്നത്തേക്ക് വിട പറയാണ്. ബൈ.